അങ്ങനെ ബിഗ് ബോസിലെ ക്യാപ്റ്റൻ തിരഞ്ഞെടുപ്പ് നടത്തി. ക്യാപ്റ്റൻ അനീഷാണ്. അപ്പോൾ എന്താണ് അവിടെ ക്യാപ്റ്റൻ തിരഞ്ഞെടുപ്പിന് ശേഷം നടന്നതെന്നൊന്ന് കേട്ടു നോക്കാം. വേർതിരിവുണ്ടാക്കി. പിന്നെ അത് മാത്രമല്ല, ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാല് നമ്മള് ക്യാപ്റ്റൻ പറയുന്നത് കേൾക്കണം, അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങള് ക്യാപ്റ്റനോട് നമുക്ക് തുറന്ന് പറയാൻ പറ്റണം. അനീഷേട്ടൻ തന്നെയാണ് ഈ വീട്ടിൽ ഇത്രയും നേരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ക്യാപ്റ്റനോട് നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ എങ്ങനെ തുറന്ന് പറയും? അതിനെങ്ങനെ സൊല്യൂഷൻ കിട്ടും? അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഒരാളായിരിക്കണം ക്യാപ്റ്റൻ, എങ്കിലേ ബാക്കി കാര്യങ്ങൾ മുൻപോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ചേട്ടൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് കേൾക്കാനൊരു മനസ്സോ നേരത്തെ പോലെ വിട്ടുകൊടുക്കാനൊരു മനസ്സോ ഒന്നുമില്ലാത്ത ആള് ക്യാപ്റ്റൻ ആയി കഴിഞ്ഞാൽ ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രേ ഉള്ളൂ. അടുത്തയാൾ. പരിപാടി രേണു രേഷ്മയുടെ കിടിലൻ ബഹളം. സിദ്ധി ഇത്രയും അലറാനുണ്ടായ കാരണം എന്താ? അതും കൂടി ഒന്ന് കേൾക്കണമല്ലോ. ലൈവിൽ അവിടെ എന്താണ് നടന്നതെന്ന് കേൾക്കാം. നോമിനേഷൻ കഴിഞ്ഞിട്ട് ബിഗ് ബോസ് അവിടെ ഇരിക്കാൻ പറയുന്നത്. ആ സമയത്ത് നമ്മുടെ രേണു സുധി ഇങ്ങനെ പതിയെ തലവേദനയാന്ന് പറഞ്ഞ് അവിടെ കിടക്കുന്നു. അപ്പോൾ ക്യാപ്റ്റനോട് പറഞ്ഞപ്പോൾ ക്യാപ്റ്റനും അത് അഗ്രി ചെയ്യുന്നു. തലവേദനയാണെങ്കിൽ കുഴപ്പമില്ലാന്ന് പറയുന്നു. അപ്പോൾ ഷാനവാസിന്റെ കൂടെ ഇരുന്ന ആൾക്കാരോട് വിളിച്ചു ചോദിക്കുന്നത്, ഷാനവാസിന്റെ തലവേദനയാണെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഇതുപോലെ അല്ലല്ലോ പറഞ്ഞത് എന്ന് പറയുന്നത്. അല്ല, ഇതെനിക്ക് ജെന്യൂൻ ആയിട്ട് തോന്നി. ഷാനവാസിന്റെ കേസ് എന്റെ അടുത്ത് പറഞ്ഞില്ല എന്ന് അനീഷ് ക്യാപ്റ്റൻ മറുപടി പറയുന്നു. അപ്പോൾ അതെന്ത് ഇത് ജെന്യൂൻ അല്ലേ എന്ന് ചോദിച്ചിട്ട് ഒരു ചെറിയ വാക്ക് തർക്കം അവിടെ ഉണ്ടായി. അതിനുശേഷം പിന്നീട് രേണു സുധി ബിഗ് ബോസ് അവിടെ നിന്ന് എല്ലാവരോടും പൊയ്ക്കോളാൻ പറഞ്ഞതിന് ശേഷം അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കുന്ന കണ്ടിട്ട് നമ്മുടെ അഭിലാഷ് വന്ന് ഓരോരുത്തരായിട്ട് പറയാൻ തുടങ്ങി, അല്ല ഇപ്പോൾ നമുക്ക് തലവേദനയില്ലേ, ഒരു സെക്കൻഡ് കൊണ്ട് തലവേദന മാറിയോ? പരിപാടി കൊള്ളാം അല്ലേ? രേണു സുധി നല്ലൊരു പെടലാണ് പെട്ടിരിക്കുന്നത്. ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായില്ല അവൾക്ക് അവിടെ പോയപ്പോൾ. അനുമോള് നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. മിണ്ടാതിരിക്കടി മയിരേന്ന് വേറൊന്നും പറഞ്ഞില്ല കേട്ടോ, അത്രേ പറഞ്ഞിട്ടുള്ളൂ. അത് മതി, ധാരാളം. അനുവിന് സപ്പോർട്ട്. ശ്രദ്ധിച്ച് കേൾക്കണം എന്ന് മാത്രം.